ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ? എത്രാമത്തെ പിറന്നാളാ? രണ്ടാമത്തെ പിറന്നാൾ അല്ലേ? എന്താ ഉറക്കം കഴിച്ചില്ല? അപ്പൊ ഞങ്ങളുടെ ധനിക്കുട്ടൻ എന്ന് വീട്ടിൽ വിളിക്കുന്നതാണ്. ഒഫീഷ്യൽ നെയിം ശ്രീ സാത്വികിന്റെ രണ്ടാമത്തെ പിറന്നാളാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അവന്റെ ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് ആഘോഷിക്കുന്നത് അല്ലേ? അപ്പം വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ചാടി സുന്ദരി. ഗുഡ് മോർണിംഗ്. അച്ഛനെ അമ്മയാണല്ലേ ഇന്ന് കണിയുണ്ട്. അച്ഛനോട് ഒരു ഉമ്മയാട്ടെ. എന്തോ അമ്മ ഇരിക്കാൻ അവിടെ. അമ്മ ഇരിക്കാൻ. അച്ഛനൊരു ഉമ്മാട്ടെ. എന്നാ പിടിച്ച്. അച്ഛനെ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ. ചിരിയല്ല അമ്മയുടെ. ചെല്ല് അമ്മ വിളിക്കുന്നു. ചെല്ല് ടാറ്റ കൊണ്ടായ കുടിക്കുന്നതിന് ഓടുന്നുണ്ടോ? എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേക്കുന്ന. എടേ അമ്മ എടുക്കത്തില്ലടി. അമ്മ എടുക്കത്തില്ലടി കള്ളി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. ഇല്ല എല്ലായി. പറയാൻ ഇനിയും പപ്പടം കഷണം പായസം. ഇതെന്തുവാ? പച്ചരി, സാമ്പാർ, അച്ചാർ, ചോറ്. ഇതെന്തിനാ? ഇനി ഇവിടുന്ന് ഒതുക്കണം, തൂക്കണം. കഴിഞ്ഞ പരിപാടി. പായസം വെച്ചില്ലേ? ഇല്ല, പായസം.
അപ്പൊ എന്താ ഇഞ്ചിയുണ്ട്, പുളിയച്ചാറുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്. ഇതൊരു പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടി ഉണ്ട്. ഇതെന്തുവാ? വിളമ്പി ഓർഡറൊക്കെ തെറ്റാണ്. നാരങ്ങ, പഴമുണ്ട്, പപ്പടമുണ്ട്, പരിപ്പുണ്ട്, സാമ്പാറുണ്ട്. പിന്നെന്താ ഉള്ളത്? വേണ്ട. പുളിശ്ശേരി ഉണ്ട് അല്ലേ? കടച്ചക്ക പുളിശ്ശേരി ഉണ്ട്. സ്പെഷ്യൽ പുളിശ്ശേരി.
അവന് കൊമ്പ് വന്നു, കൊമ്പ് വന്നേ. ഇത് ഞങ്ങളുടെ പാറൂസ് അല്ലേ? ഇത് ഞങ്ങളുടെ പാറൂസ് ഹായ് പറഞ്ഞേ. പാറൂസിന് കേക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തുവാ? കേക്കാണോ ഇഷ്ടപ്പെട്ടത്? അതിന് മേളിലൊരു ഉണ്ടായിരുന്നു അല്ലേ? അതെന്ത് അതിന്റെ തല അടിച്ചിരുന്നോ? എന്നിട്ട് എന്ത് പൊഞ്ഞെടുത്തോ? തിന്നോ ഇടുക്കി? അപ്പൊ നമുക്ക് ഇന്നത്തെ കേക്ക് അടിപൊളിയായിരുന്നു അല്ലേ? നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ലിവീസ് ഹോം ബേക്കേഴ്സ് എന്ന് പറയുന്ന ഹോം മെയ്ഡ് കേക്കാണ്. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു പാറു, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ അവരാണ് നമ്മുടെ ധനുമോന്റെ പിറന്നാളിന് വേണ്ടി കേക്ക് റെഡിയാക്കി തന്നത്. നമുക്കൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞാണ്. നല്ലതായിട്ടുണ്ടായിരുന്നു. അതാണ് പിള്ള മനസ്സിൽ കള്ളമില്ല. സൂപ്പർ ആയിരുന്നു അല്ലേ? ഒരു കഷ്ടപ്പെട്ട് എടുക്കട്ടെ. ചോറും പപ്പടും എല്ലാം നല്ല ടേസ്റ്റി. എനിക്ക് ഇഷ്ടപ്പെട്ട അവിയല്, പിന്നെ പച്ചടി, ഇഞ്ചിക്കറി, സാമ്പാർ, എല്ലാം ഇഷ്ടപ്പെട്ടു. കംപ്ലീറ്റ് ഇഷ്ടപ്പെട്ടു. പായസം എങ്ങനെ ഉണ്ടായിരുന്നു? പായസം നല്ല രുചിയായിരുന്നു. എന്നിട്ടല്ലേ എന്റെ പായസത്തിൽ ഒരു മീശ ഒന്നല്ലോ, അതിന്റെ ഫോട്ടോ പിന്നെന്താ പറയാ? എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. എന്താ പറ? എനിക്കല്ലേ എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റിയാ. ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി. നല്ല ടേസ്റ്റി. പിന്നെ ധനുവിനെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ധനുവിനെ ഇഷ്ടപ്പെട്ടു. ധനുവിടെ ബോളൊക്കെ കളിച്ച് നല്ല ചിരിയായിരുന്നു. ഫോട്ടോ എടുക്കുവായിരുന്നല്ലേ? അതെ. നമ്മുടെ ധനു എത്രാമത്തെ ബർത്ത്ഡേ ആയിരുന്നു? രണ്ടാമത്തെ. അപ്പൊ വിഷ് ചെയ്തോ? അടിപൊളി. അപ്പൊ ഞങ്ങള് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും അല്ലായിരുന്നു ഇന്നത്തെ. കാരണം കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ആഘോഷിക്കാനൊന്നും ഒരു പ്ലാൻ ഇല്ലായിരുന്നു അല്ലേ? അതിന് കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ട് നമ്മൾ ആഘോഷിക്കാതെ വീടണ്ട എന്ന് വെച്ചിട്ടാണ് ചെറിയ രീതിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യണ്ടേ? ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ